ഹായ് ഡിയേഴ്സ്, നമുക്കിന്ന് ഓവനും ബീറ്ററും ഒന്നും ഉപയോഗിക്കാതെ തന്നെ അതുപോലെ മുട്ടയും മൈദയും ചേർക്കാത്തതുമായ എന്നാൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതും രുചികരവുമായ സിമ്പിൾ കേക്കിൻ്റെ റെസിപ്പി പരിചയപ്പെട്ടാലോ? അപ്പോൾ ഈ സിമ്പിൾ കേക്കിൻ്റെ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അത് വെള്ളമൊന്നുമില്ലാതെ നന്നായിട്ട് തുടച്ചെടുത്ത ശേഷം ഇതിലേക്ക് 2 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 250 ml കപ്പിൽ 2 കപ്പ് റവയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് വറുക്കാത്ത റവയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഒരുപാട് തരിതരിപ്പില്ലാതിരിക്കാനാണ് റവയൊന്ന് നമ്മൾ പൊടിച്ചെടുക്കുന്നത്. ഇനി പൊടിച്ചെടുത്ത റവ ഒന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഒരു മിക്സിംഗ് ബൗൾ എടുക്കാം. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് അളവിൽ കട്ട തൈര് ഒഴിച്ചു കൊടുക്കാം. അധികം പുളിപ്പില്ലാത്ത തൈര് നോക്കി എടുക്കണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായി ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരുന്ന റവ കൂടി ചേർത്ത് കൊടുക്കാം. റവ ചേർത്ത ശേഷം നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ബീറ്റർ ഒന്നും ഉപയോഗിക്കാതെ കൈകൊണ്ട് തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ ഒരേ ഡയറക്ഷനിലാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. എല്ലാം കൂടി യോജിപ്പിച്ചെടുത്ത ശേഷം ഇതിനി 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇത് തുറന്നു നോക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 കപ്പ് പാല് എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പം റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇവയെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഏതാണ്ട് കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. എല്ലാം തന്നെ ഇതുപോലൊന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഒരു ബൗളിലേക്ക് 1/4 കപ്പ് അളവിൽ ടൂട്ടി ഫ്രൂട്ടിയാണ്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് 1 ടീസ്പൂൺ അളവിൽ മൈദ കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ചിരുന്ന ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇവയെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊരു സ്പാച്ചുല ഉപയോഗിച്ച് ഒന്നും കൂടി എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്കൊരു കേക്ക് ടിൻ എടുക്കാം. അതിലേക്ക് ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ഒഴിച്ച് കൊടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കേക്ക് ടിന്നിൻ്റെ എല്ലാ വശത്തേക്കും എത്തുന്ന രീതിയിൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കൊരു ബട്ടർ പേപ്പറും കൂടെ അതേ അളവിൽ കട്ട് ചെയ്തെടുത്ത് ഒന്ന് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലും കൂടെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ബാറ്റർ ഈ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ബാറ്റർ മുഴുവനായും കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം ഇതുപോലൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് ബബിൾസ് പോകാനായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സും ബദാമും ഒക്കെ ഒന്ന് ചോപ്പ് ചെയ്ത് ഇതുപോലെ ഇട്ട് കൊടുത്തൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിന് പകരമായിട്ട് ടൂട്ടി ഫ്രൂട്ടി വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അടുത്തായി നമുക്ക് പ്രീഹീറ്റ് ചെയ്ത പാനിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് പിന്നീട് ലോ ഫ്ലെയിമിലാക്കിയ ശേഷം ഇതുപോലെ കേക്ക് ടിന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇതുപോലെ പാനോ അല്ലെങ്കിൽ കുക്കറോ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇത് 35 അല്ലെങ്കിൽ 45 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഓവനിലാണ് വെക്കുന്നതെങ്കിൽ 150 ഡിഗ്രി പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് കൊടുത്ത് 35 അല്ലെങ്കിൽ 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതിയാകും. ഇനി നമുക്ക് 45 മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം. ഇപ്പോൾ ഇവിടെ കറക്റ്റ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഉൾവശമൊക്കെ വെന്തോന്ന് അറിയാനായിട്ട് ഒരു ടൂത്ത് പീക്ക് ഉപയോഗിച്ച് നമുക്കൊന്ന് കുത്തി നോക്കാം. ഉൾവശമൊക്കെ വെന്ത് കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു പാനിലോ അല്ലെങ്കിൽ ഒരു കുക്കറിലോ ഒക്കെ വെച്ച് കൊടുത്ത് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നന്നായിട്ട് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. അത്യാവശ്യം ഒന്ന് തണുത്ത് വരുമ്പോൾ നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ബീറ്ററോ ഓവനോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ തന്നെ മുട്ടയും മൈദയും ഒന്നും ചേർക്കാതെയാണ് ഈ കേക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം ഉപയോഗിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് ഈ കേക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന ടൈമിലൊക്കെ ഇത് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കും ഒരുപാട് ഇഷ്ടമാവും. നമ്മൾ മൈദ കൊണ്ടുണ്ടാക്കുന്ന കേക്കിനേക്കാളും ഒരു വ്യത്യസ്ത രുചിയുള്ള കേക്കാണിത്. അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് എങ്ങനെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുമല്ല, ഒന്നിൽ കൂടുതൽ ദിവസം ഇരുന്നാലും ഈ കേക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. റവ കൊണ്ട് തയ്യാറാക്കിയത് കൊണ്ട് ഇത് ഹാർഡ് ആവുമെന്ന് ഒരു ഡൗട്ട് കാണും. ഒന്നിൽ കൂടുതൽ ദിവസം ഇത് പുറത്ത് വെച്ച് കഴിച്ചാലും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് വെച്ച് 2-3 ദിവസം ഇത് കഴിക്കാവുന്നതാണ്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ട് നല്ല സോഫ്റ്റ് പോലാണ് ഇരിക്കുന്നത്. നല്ല തരിതരിപ്പോട് കൂടിയ സാധാരണ കേക്കിൽ നിന്നും വ്യത്യസ്തപ്പെട്ട വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ രുചികരമായിട്ടുള്ള റവ കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണും വരേക്കും